ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂവ വിരകിയതാണ്. ഇപ്പം പഴയ കാലത്ത് എല്ലാവരും ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണിത്. മിക്ക ആൾക്കാർക്കും തന്നെ പറമ്പിൽ കൂവ ഉണ്ടാവും. നമ്മളും തന്നെ മുമ്പ് ഒരു കൂവ വിരകിയതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വെള്ളക്കൂവയായിരുന്നു. അത് സാധാരണ ആരും ഇങ്ങനെ പൊടിയെടുക്കാറില്ല. ഇതെല്ലാവരും പൊടിയെടുത്ത് ഉപയോഗിക്കുന്ന കൂവയാണ്. മെഡിസിനൽ വാല്യൂ ഉള്ളതുമാണ്. അപ്പോൾ ഇതാണ് സംഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏകദേശം മഞ്ഞളിൻ്റെ പോലെ ഇരിക്കും. നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അകത്തൊരു ബ്ലൂ കളറിലാണ് ഉണ്ടാവുക. നമ്മൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴാണ് സാധാരണ കൂവ വെള്ളം ഉണ്ടാക്കി കുടിക്കാറുള്ളത്. കൂവ ഇങ്ങനെ ജ്യൂസിൻ്റെ ആ പരുവത്തിൽ. അപ്പം ഞാനിതിൻ്റെ വേരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ വിത്തിനൊന്നും വേരുണ്ടാവില്ല, പക്ഷേ ചിലതിന് മാത്രം കുറച്ച് വേരുണ്ടാവും. അപ്പോൾ വേരൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ടാണ് ഇടിച്ചെടുക്കുന്നത്. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇത്. മരത്തിൻ്റെയോ കല്ലിൻ്റെയോ ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിലിട്ടിട്ടാണ് ഞാൻ ചതയ്ക്കുന്നത്. ഇനിയിപ്പോൾ സാധാരണ പഴയ ഉരലുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പല വഴിയിലുണ്ട്. പണ്ട് കാലത്തൊക്കെ ഇതിങ്ങനെ ഒരു തകര ഷീറ്റിലിട്ടിട്ട് ഉരച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അതൊന്നും പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. എങ്ങനെയൊക്കെ ആയാലും ഇതൊന്ന് അരച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതാ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ചമ്മന്തി പരുവത്തിൽ ഇങ്ങനെ തരുതരുപ്പായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പരമാവധി പൊടിച്ചെടുക്കാൻ നോക്കുക. കുറച്ചധികം സമയം തന്നെ എടുക്കും ചെയ്യാൻ. ഇനി ഒരു വലിയ പാത്രത്തിൽ നിറയെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തോർത്ത് കെട്ടിക്കൊടുക്കുകയാണ്. തോർത്ത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും തുണി മതി. ഏഴ് അടുപ്പുള്ള തുണി വേണം. നമ്മുടെ ഈ തരിതരികളൊന്നും വെള്ളത്തിലേക്ക് ഇറങ്ങി പോവാത്ത രീതിയിലുള്ള തരി വേണം. എന്നിട്ട് മുണ്ട് അതിൽ മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിലുള്ള പൊടിയെല്ലാം വെള്ളത്തിലേക്ക് താഴേക്ക് ഇറങ്ങിപ്പോവും. ഈ തരിതരിയായിട്ടുള്ള ഈ വേസ്റ്റ് എല്ലാം അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കോരിയെടുക്കരുത്. കുറച്ച് സമയം അങ്ങനെ കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ലാസ്റ്റ് നമുക്ക് ഈ തോർത്ത് വെച്ചിട്ട് തന്നെ പിഴിഞ്ഞാൽ മതി. കുറേശ്ശെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ കംപ്ലീറ്റ് പൊടി നമുക്ക് കിട്ടൂല. അതൊരു പിടി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ അടുത്തത് ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം ചെയ്യാൻ. അപ്പം ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 4 മണിക്കൂർ നേരം ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോഴാണ് പൊടിയൊക്കെ അതിൻ്റെ താഴേക്ക് വരിക. എന്നിട്ട് ഞാൻ കാണിക്കാം പൊടി. ഇതാണ് നമ്മൾ വേസ്റ്റ് മാറ്റി വെച്ചത്. ഇതിനി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, കളയാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 4 മണിക്കൂർ നേരം കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, മുകളിലുള്ള വേസ്റ്റ് വെള്ളം ഒരു പ്രത്യേക കളറിലുള്ള വെള്ളമാണ്, ഒരു ബ്രൗൺ കളറ്. അത് നമുക്ക് കളയണം. എന്നിട്ട് നല്ല വൈറ്റ് കളറിൽ, മീൻസ് നല്ല തെളിഞ്ഞ വെള്ളത്തിൻ്റെ കളറിൽ തന്നെ ആക്കിയെടുക്കണം. ഇപ്പം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഏറ്റവും താഴെയാണ് പൊടിയുള്ളത്. പൊടിക്ക് വൈറ്റ് കളർ തന്നെയാണുള്ളത്. പക്ഷേ മുകളിലുള്ള അഴുക്ക് കാരണം നമുക്ക് ആ പൊടിയുടെ കളർ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു 6-7 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 6-7 പ്രാവശ്യം ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ കട്ട് എന്ന് പറയും, അത് ഇതിൽ ഉണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ഈ കട്ട് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5-6 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണത്. വെള്ളം ഒഴിക്കുക, നന്നായിട്ടൊന്ന് ഇളക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. അങ്ങനെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും തുറക്കുക. അങ്ങനെ എല്ലാം 5-6 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ പൊടിയാണ് ഞാനൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി. ആ പൊടിയാണിത്. കണ്ടോ, നല്ല പ്യൂർ വൈറ്റാണ്. ആ ബ്രൗൺ കളറൊക്കെ മാറിയിട്ടുണ്ട്. മാർക്കറ്റിൽ കിലോ 800-900 രൂപയൊക്കെ വിലയുള്ള സാധനമാണ് കേട്ടോ ഇത്. കാരണം അത്രയും മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. എന്നാൽ പോലും ഇത്രയും പെർഫെക്റ്റായിട്ട് ഇത്രയും പ്യുവറായിട്ടുള്ളത് നമുക്ക് കിട്ടൂല. ആയുർവേദ കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഞാനിത് വിരകിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നോട്ടെ, കാരണം കുറുകി വരുമ്പോൾ ശരിയായിക്കോളും. ഞാനിപ്പോൾ അത്രയും പൊടിയിലേക്ക് ഒരു 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇളക്കി എടുക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓണാക്കി. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കര ഒഴിച്ചു കൊടുക്കും വേണം. ശർക്കര ഉരുക്കിയിട്ട് ഞാൻ കല്ല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര നേരത്തെ ഉരുക്കി വെച്ചിരുന്നതാണ്, ചൂടാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുള്ള ശർക്കരയാണെങ്കിൽ കൂവ ഒന്ന് ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി നിൽക്കാതെ ഇളക്കി കൊടുക്കുക. കാരണം നമ്മളൊന്ന് കൈ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. പെട്ടെന്ന് അങ്ങ് ഹലുവ പോലെ സെറ്റാവും ചെയ്യും. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ഞാൻ പിന്നെ ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്, 2-3 ഏലക്കായ. അത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക. ഇനി ചിലർക്ക് ഇത് പഞ്ചസാര ഇട്ടിട്ടായിരിക്കും, പക്ഷേ പഞ്ചസാരേനേക്കാൾ എപ്പോഴും ബെറ്റർ ശർക്കരയാണ്. കാരണം മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സംഭവം ആകുമ്പോൾ പഞ്ചസാര ഒഴിവാക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. നോമ്പ് കാലത്തൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കൂവത്തെളി എന്ന് പറയും, പഴയ ആൾക്കാർ അങ്ങനെയാണ് പറയുക, കൂവത്തെളി എന്ന് പറയും. ഒരു ജ്യൂസ് പോലെ ഇത് കുടിക്കും, നമ്മൾ തരിക്കഞ്ഞിയൊക്കെ കുടിക്കണ പോലെ. അപ്പം ക്ഷീണം മാറാൻ നല്ലൊരു സംഭവമാണിത്. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അത് എത്രത്തോളം കുറുകണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ചൂടാറി കഴിയുമ്പോൾ എന്തായാലും ഹൽവ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറും. ഞാൻ അത്യാവശ്യം ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്, ഒരുപാട് സമയമൊന്നും വേണ്ട അത് വെന്ത് വരാൻ. നന്നായി കുറുകി വരുമ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ തേങ്ങാക്കൊത്താണ് ഇട്ടതെന്ന് മാത്രം. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനെന്തായാലും അത് ചെയ്തിട്ടില്ല, ഈ നെയ്യിലാണ് ഇത് വറുത്തെടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സംഭവം റെഡിയായി, ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ഒരു ഇളം ചൂടോടെ തന്നെയാണെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. നല്ല ചൂടാറി കഴിഞ്ഞാൽ ഹൽവ പോലെ സെറ്റാവും. അപ്പോൾ നമുക്ക് പീസസ് ആയിട്ട് മുറിച്ച് കഴിക്കാം. പണ്ട് കാലങ്ങളിലല്ല ഇപ്പോഴും തിരുവാതിരക്കൊക്കെ എല്ലാവരും കൂവ കളിച്ചിട്ടുണ്ടാക്കാറുണ്ട്. പഴയ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ പൊടി വാങ്ങിച്ചുണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഒരു 1-2 കൂവ വിത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാടെണ്ണം കൃഷി ചെയ്തുണ്ടാക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്